ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ആൽമുണ്ടിലെ ഇക്കിയ മ്യൂസിയത്തിൽ നിന്നുള്ള കാഴ്ചകളാണ്. അപ്പോൾ ആ യാത്രയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ആൽമുണ്ടിലേക്കുള്ള യാത്രയുടെ കുറച്ച് കാഴ്ചകൾ കൂടി ഇതിനോടൊപ്പം ചേർക്കുകയാണ്. ഇതിൻ്റെ ആദ്യ ഭാഗം കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും കാണുക. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ ആളുകൾ അധികം തിങ്ങിപ്പാർക്കാത്ത ചില സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ യാത്രാമധ്യേ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള വീടുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായി ഒരു ചെറിയൊരു ഗ്രോസറി ഷോപ്പെങ്കിലും ഇവിടെ കാണും. ഇല്ലെങ്കിൽ അടുത്തുള്ള പട്ടണത്തിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നതാണ് ഇവിടുത്തെ ഒരു പതിവ്. ഇതൊക്കെയായിരുന്നു യാത്രയിലെ കാഴ്ചകൾ. ഇനി നമുക്ക് മ്യൂസിയത്തിൻ്റെ ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. ഈ കാണുന്നത് ഒരു ഡ്രോയിങ് ബോർഡാണ്. പണ്ട് കാലത്ത് കമ്പ്യൂട്ടർ ഡിസൈനുകളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഫർണിച്ചറുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നതിനായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബോർഡാണിത്. വലിച്ചോ ശക്തിയുടെ കേസ് ശക്തിയുടെ ആവശ്യമില്ല, ചുമ്മാ വെച്ചാൽ മതി. ഇതൊരു സിമുലേറ്റർ ഗെയിം ഇവിടെ വരുന്നവർക്കൊരു ഫണ്ണിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. കല്ല് ഉരുണ്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞല്ലേ?
ഈ കാണുന്നത് പല കാലഘട്ടങ്ങളിലായി IKEA കസ്റ്റമേഴ്സിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള മാതൃകകളാണ്. ഇതിപ്പോൾ ഒരു ഓഫീസ് റൂമിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ IKEA നമ്മുടെ നാട്ടിൽ, അതായത് ഇന്ത്യയിൽ നടത്തിയ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളുടെ വിവരണങ്ങളും ഇവിടെ കാണാം. ഈ കാണുന്നത് IKEAയുടെ ഒരു മോഡേൺ കിച്ചൺ തീം കോൺസെപ്റ്റാണ്. ഇതുപോലുള്ള അനേകം തീമുകൾ ഈ കമ്പനിയുടേതായിട്ട് നിലവിൽ ലഭ്യമാണ്. ഈ കാണുന്നതും അതുപോലെ തന്നെ മറ്റൊരു തീമാണ്. ഇവിടെ ഒരു സ്പെസിഫിക് കളർ ആണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വർക്കിംഗ് ഫ്രം ഹോം അങ്ങനെ ഒരു കോൺസെപ്റ്റും ഇതിനോടൊപ്പമുണ്ട്. ഇത് നമുക്കെല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവുന്നത് പോലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള റൂമാണ്. കുട്ടികൾക്കായിട്ടുള്ള ബെഡ്റൂം, അതുപോലെ തന്നെ കളി സാധനങ്ങൾ എല്ലാം വെക്കാൻ പറ്റിയ ഒരു റൂമാണ്. അതിൻ്റെ കോൺസെപ്റ്റാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന കോൺസെപ്റ്റുകളെല്ലാം പല കാലഘട്ടങ്ങളിലുള്ളതാണ്. അത് ഏത് കാലഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്ന ഗാഡ്ജറ്റുകളിൽ നിന്നും മനസ്സിലാകും. ഉദാഹരണത്തിന് ഈ കാണിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ പ്ലേ സ്റ്റേഷൻ ഒരു 20 വർഷം മുമ്പുള്ളതാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത് ഈ കാലഘട്ടത്തിലെയാണ്. ക്യാമറയ്ക്കകത്ത് എത്തി നോക്കുന്നു ആദ്യമായിട്ടാണ്. മതിയടി കണ്ടാലേ അറിയാം ആക്ടിങ് ആണ്.
ഇവിടെ കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേയിൽ ഇക്കിയ എന്ന് പറയുന്ന കമ്പനി പല കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നേരിട്ട പ്രതിസന്ധിയും അതുപോലെ തന്നെ വളർച്ചയുടെ കാര്യങ്ങളുമൊക്കെ ഒരു ഡോക്യുമെൻ്ററി രൂപത്തിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുമായിരുന്നു ഇക്കിയ മ്യൂസിയത്തിലെ കാഴ്ചകൾ. ശരിക്കും പറഞ്ഞാൽ ആൽംഹുട്ടിൽ ഇക്കിയയുടെ ഒരു ഷോറൂം കൂടെ ഉണ്ട്. അപ്പോൾ ഷോറൂം വിസിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. അവിടെയാണ് ശരിക്കും നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള സ്ഥലം. അപ്പോൾ അത് അടുത്ത യാത്രയിൽ അവിടെ പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഒരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ ബൈ. ചുമ്മാ ലൈറ്റ് മാത്രം.